വെൽക്കം ബാക്ക് ടു ISKC ഇംഗ്ലീഷ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പാർട്ടിസിപ്പിൾ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ അതുപോലെ തന്നെ പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ യൂസസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ യൂസസും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് യൂസസ് ഓഫ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഏതെല്ലാം രീതിയിൽ അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തേത് പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ്, ടു ഫോം ദ പെർഫെക്റ്റ് ടെൻസ്. ഒന്നാമത്തേത് പെർഫെക്റ്റ് ടെൻസ് ഫോം ചെയ്യാം. അതായത് പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലും പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിലും ശരി, ഈ മൂന്ന് ടെൻസിലും എന്തു വേണം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. എക്സാമ്പിൾ, they have reached their destination. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അതായത് they have reached, have പ്ലസ് v3ക്കാണ് നമ്മൾ എന്തു പറയുന്നത്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. they have reached their destination. അടുത്തൊരു എക്സാമ്പിൾ, she has been invited to our home. she has been invited. ഇത് വരുന്നത് പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാസ് ബീൻ പ്ലസ് v3, ദാറ്റ് ഈസ് ഹാസ് ബീൻ ഇൻവൈറ്റഡ്. അടുത്തത് ആസ് അഡ്ജക്റ്റീവ്. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നു. അഡ്ജക്റ്റീവ്, fallen leaves from the trees are cleared from the ground. ഗ്രൗണ്ടിൽ നിന്നും കൊഴിഞ്ഞു വീണ ഇലകൾ ക്ലിയർ ചെയ്തു. അതായത് fallen leaves, fallen എന്നുള്ളത് എന്താണ്? fallen എന്നുള്ളത് വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ്. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഏത്? fallen. fallen പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ എന്താ പറഞ്ഞത്? fallen leaves, കൊഴിഞ്ഞു വീണ ഇലകൾ. അതായത് ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചത്. ഏതിന്റെ അഡ്ജക്റ്റീവ്? ലീവ്സിന്റെ. അതായത് ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ എന്നാണല്ലോ, അല്ലേ? ആ ഇലകളുടെ വിശേഷണം fallen leaves, കൊഴിഞ്ഞു വീണ ഇലകൾ. fallen leaves from the trees, മരങ്ങളിൽ നിന്നും കൊഴിഞ്ഞു വീണ ഇലകൾ are cleared from the ground, ഗ്രൗണ്ടിൽ നിന്നും ക്ലിയർ ചെയ്തു. eat some boiled eggs, eat some boiled eggs to stay healthy. ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ബോയിൽഡ് എഗ് കഴിക്കാം. ഇവിടെ എവിടെയാണ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചത്? ബോയിൽഡ് എഗ്, എഗ്ഗിന്റെ വിശേഷണം. അതായത് പുഴുങ്ങിയ മുട്ട, അല്ലെ? ഈറ്റ് സം ബോയിൽഡ് എഗ്സ്. അപ്പൊ ബോയിൽഡ് എന്നുള്ളത് v3 ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അത് എഗ്ഗിന്റെ കൂടെ വന്നു, ബോയിൽഡ് എഗ്, അതായത് പുഴുങ്ങിയ മുട്ട എന്നുള്ളത്. ഇനി അടുത്തത് ആസ് സബ്ജക്റ്റ് കോംപ്ലിമെന്റ്. സബ്ജക്റ്റ് കോംപ്ലിമെന്റ് നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. അതായത് സബ്ജക്റ്റിനെ കുറിച്ച് ഇൻഫോം ചെയ്യണത് സബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ഇത് വെർബ് കഴിഞ്ഞിട്ടാണ് വരിക. അപ്പൊ ഈ ഒരു കേസിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ട് വരിക. എക്സാമ്പിൾ, ഹി ഫെൽറ്റ് ഡിജക്റ്റഡ്. അതായത് ഹി ഫെൽറ്റ്, അവന് അനുഭവപ്പെട്ടു. ഫെൽറ്റ് ഡിജക്റ്റഡ്, ഭയങ്കര നിരാശ. അപ്പൊ ഹി ഫെൽറ്റ്, അവിടെ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ്, അവന്റെ അവസ്ഥ, അവനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ? ഡിജക്റ്റഡ് എന്നുള്ളത് v3 ആണ്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. അതുപോലെ തന്നെ ദാറ്റ് ലിറ്റിൽ ഗേൾ ലുക്സ് ഡിലൈറ്റഡ്. ദാറ്റ് ലിറ്റിൽ ഗേൾ, ആ കൊച്ചു പെൺകുട്ടി കാണപ്പെട്ടു.
അപ്പൊ ഇവിടെ ആ കൊച്ചു പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ കാണപ്പെട്ടു? ഡിലൈറ്റഡ്. അപ്പൊ ഡിലൈറ്റഡ് എന്നുള്ളത് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. എന്ത്? ഡിലൈറ്റഡ്. ഇനി ആസ് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് വെച്ച് പറയുമ്പോൾ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനാണ്. ഒബ്ജക്റ്റിനെ കുറിച്ച് ഇത് ഒബ്ജക്റ്റിന് ശേഷമാണ് വരിക. എവിടെ വരിക? ഒബ്ജക്റ്റിന് ശേഷം. സബ്ജക്റ്റ് കോംപ്ലിമെന്റ് വെർബിന് ശേഷവും ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എവിടെ വരിക? ഒബ്ജക്റ്റിന് ശേഷവും. കേട്ടോ? എക്സാമ്പിള്, ദേ സോ ഹിം. അവർ അവനെ കണ്ടു. ദേ സോ അവർ കണ്ടു. ആരെ? ഹിം, അവനെ. ഈ അവനെ എന്നുള്ള ഒബ്ജക്റ്റിന് ശേഷമാണ് പറയുന്നത് എക്സൈറ്റഡ്, ആവേശഭരിതനായിട്ട്. അപ്പൊ ഈ എക്സൈറ്റഡ് എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അത് വന്നിരിക്കുന്നത് ഒബ്ജക്റ്റിന് ശേഷമാണ്. അതായത് അത് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. ദ പോലീസ് ഫൗണ്ട് ദി സ്റ്റാച്യു. ദ പോലീസ് ഫൗണ്ട് ദ സ്റ്റാച്യു. സ്റ്റാച്യു എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിന് ശേഷമാണ് ഡിസ്ട്രോയിഡ്. വെർബിന്റെ മൂന്നാമത്തെ രൂപം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഏത്? ഡിസ്ട്രോയിഡ്. നോക്കൂ, അടുത്തത് ജെറണ്ട് എന്നുള്ളതാണ്. അടുത്തത് ഏതാണ്? ജെറണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് നോൺ ഫൈനൈറ്റ് വേർബ്സിന്റെ 3 ടൈപ്പുകൾ. ഫസ്റ്റ് ഇൻഫിനിറ്റീവ്, അതിലെ 2 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തേത് പാർട്ടിസിപ്പിള്, അതിലെ 2 ടൈപ്പും. മൂന്നാമത്തേത് ജെറണ്ട്. മൂന്നാമത്തെ എന്താ? ജെറണ്ട്. എന്താ ജെറണ്ട്? ദ ജെറണ്ട് ആൾസോ നോൺ ആസ് വെർബൽ നൗൺ. ജെറണ്ടിന്റെ മറ്റൊരു പേരാണ് എന്ത്? വെർബൽ നൗൺ. വെർബൽ നൗൺ എന്നും വിളിക്കും. ഈസ് ഫോംഡ് ബൈ ആഡിങ് ടു ദ ബേസ് ഫോം ഓഫ് ദി വെർബ്. വെർബിന്റെ ബേസ് ഫോം ഏതാ? വെർബിന്റെ ബേസ് ഫോം എന്ന് പറഞ്ഞാല്, വെർബിന്റെ ബേസ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാല് വെർബിന്റെ 1ാമത്തെ രൂപത്തെയാണ് ബേസ് ഫോം എന്ന് വിളിക്കുക. അതായത് ഒരു വെർബിന്റെ 1ാമത്തെ രൂപം, വെർബിന്റെ ഫസ്റ്റ് രൂപം V1 എന്ന് നമ്മൾ പറയില്ലേ, ആ V1നെയാണ് എന്ത് വിളിക്കുന്നത്? ബേസ് ഫോം എന്ന് വിളിക്കുന്നത്. V1. ആ V1ന്റെ കൂടെ ing ചേർക്കുക. അങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാം? ജെറണ്ട് അല്ലെങ്കിൽ വെർബൽ നൗൺ ഉണ്ടാക്കാൻ കഴിയും. എക്സാമ്പിൾസ്: ഡാൻസിങ്, ടെല്ലിങ്, ഫ്ലൈയിങ്, മൂവിങ്. ഇതിൻ്റെയൊക്കെ വെർബിന്റെ 1ാമത്തെ രൂപമാണ് ഡാൻസ് പ്ലസ് ing, ഡാൻസിങ്. ടെൽ പ്ലസ് ing, ടെല്ലിങ്. ഫ്ലൈ, ഫ്ലൈ പ്ലസ് ing, ഫ്ലൈയിങ്. മൂവ് പ്ലസ് ing, മൂവിങ്. ഈ രീതിയിൽ വെർബിന്റെ 1ാമത്തെ രൂപത്തിന്റെ കൂടെ ing ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെർബിന്റെ ജെറണ്ട് അല്ലെങ്കിൽ വെർബൽ നൗണ് നമുക്ക് ഫോം ചെയ്യാം. ഇനി ഇതിന്റെ യൂസസ്, ഇതിന് എന്തെല്ലാം ഉപയോഗങ്ങളുണ്ട്? യൂസസ് നോക്കൂ. 1, സബ്ജക്റ്റ് ഓഫ് എ വെർബ്. വെർബിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരും. സബ്ജക്റ്റ് ആയിട്ട് വരും. എക്സാമ്പിൾ: ഡ്രിങ്കിങ് ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. കള്ള് കുടിക്കുക എന്നുള്ളത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഡ്രിങ്കിങ് ആൽക്കഹോൾ ഈസ് ആണ് ഇതിലെ വെർബ്. ഇതിൽ വന്നിരിക്കുന്നത് ഓക്സിലറി വെർബാണ്, ബി ഫോം ആണ്. ഡ്രിങ്കിങ് ആൽക്കഹോൾ ഈസ് വെർബാണ്. ആ ഈസിന് മുൻപ് വന്നതാണ് സബ്ജക്റ്റ്. അതായത് ഡ്രിങ്കിങ് ആൽക്കഹോൾ, കള്ള് കുടിക്കുക എന്നുള്ളത്, കള്ള് കുടിക്കുന്നത്. ഡ്രിങ്കിങ് ആൽക്കഹോൾ, ഡ്രിങ്കിന്റെ കൂടെ ing ചേർത്തു. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ഒരിക്കലും ആൽക്കഹോൾ അല്ല. പിന്നെ ഏതാ? ഡ്രിങ്കിങ് ആൽക്കഹോൾ. അതായത് ing രൂപം. ഇവിടെ ജെറണ്ടാണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത എക്സാമ്പിൾ ഏതാ? ഫ്ലൈയിങ് കൈറ്റ്സ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി. ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി. ഈസ് ആണ് എന്ത്? വെർബ്. ആ വെർബിന്റെ മുന്നേ വന്നതാണ് ഏത്? സബ്ജക്റ്റ്. എന്താ സബ്ജക്റ്റ്? ഫ്ലൈയിങ് കൈറ്റ്സ്, പട്ടം പറത്തുന്നത്. ഫ്ലൈയിങ് കൈറ്റ്സ്, ഫ്ലൈയിങ് FLYING അല്ലേ? ആ FLY എന്നുള്ള ബേസ് ഫോം, അതിന്റെ കൂടെ ing ചേർത്തു, ജെറണ്ടായി. ഫ്ലൈയിങ് കൈറ്റ്സ്, പട്ടം പറത്തുന്നത്. ഫ്ലൈയിങ് കൈറ്റ്സ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി.
ഇനി അടുത്തത് ആസ് സബ്ജക്റ്റ് കോംപ്ലിമെന്റ്. സബ്ജക്റ്റ് കോംപ്ലിമെന്റ് പറഞ്ഞാൽ എവിടെ വരിക? ആഫ്റ്റർ വേർബ്. സബ്ജക്റ്റിനെ കുറിച്ച് ഇൻഫോം ചെയ്യും ആഫ്റ്റർ വേർബ്. എക്സാമ്പിൾ, ഷീ എൻജോയ്സ് ഡാൻസിങ്. ഷീ എൻജോയ്സ് ഡാൻസിങ്, അതായത് വെർബിന് ശേഷം. കാരണം അവളെ കുറിച്ചാണ് പറയുന്നത്. ഷീ എൻജോയ്സ് ഡാൻസിങ് ing രൂപം. വെർബിന് ശേഷം സബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ഹിസ് ഫേവറേറ്റ് ആക്ടിവിറ്റി ഈസ്. അവന്റെ ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഈസ് ആകുന്നു വെർബ്. വെർബിന് ശേഷം റൈഡിങ് ബൈസൈക്കിൾ. റൈഡിങ് ing രൂപം. അപ്പൊ ഇവിടെയും വെർബിന് ശേഷം വന്നു, അതുകൊണ്ട് ഇത് സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്, ing രൂപം കേട്ടോ. അടുത്ത എക്സാമ്പിൾ, ആൻ ഒബ്ജക്റ്റ് ഓഫ് എ വെർബ്. വെർബിന്റെ ഒബ്ജക്റ്റ് ആയിട്ട്. വെർബിന്റെ ഒബ്ജക്റ്റ് നോക്കൂ, ഡു യു എൻജോയ്. നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? എന്ത്? വർക്കിംഗ് ഇൻ ദിസ് ഫീൽഡ്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. എന്താണ് ഇവിടെ? വെർബിന്റെ കോംപ്ലിമെന്റ് ആണ്, അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ആണ്, വെർബ് കോംപ്ലിമെന്റ് കേട്ടോ. ഡു യു എൻജോയ്, നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സോറി, ഇവിടെ കോംപ്ലിമെന്റ് അല്ല, ഇവിടെ ഒബ്ജക്റ്റ് ഓഫ് എ വെർബ്. ഇവിടെ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഡു യു എൻജോയ്, നിങ്ങൾ എൻജോയ് ചെയ്യുന്നോ? എന്ത്? എന്ത് എന്ന ചോദ്യത്തിന്റെ ആൻസർ വർക്കിംഗ് ഇൻ ദിസ് ഫീൽഡ്. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാം, വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റ് ആണ്, അതായത് ജെറണ്ട് ഒബ്ജക്റ്റ് ആയി വന്നിരിക്കുന്നു. കുറച്ചു മുൻപ് നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞു, ഇവിടെ ഒബ്ജക്റ്റ്. അടുത്തത്, ദേ ഡിനൈഡ് ബേണിംഗ് ദ ബിൽഡിംഗ്. ദേ ഡിനൈഡ് ബേണിംഗ് ദ ബിൽഡിംഗ്, അതായത് ബേണിംഗ് ദ ബിൽഡിംഗ്. ഇവിടെ ഡിനൈഡ് എന്നുള്ളത് വെർബാണ്. അവർ നിഷേധിച്ചു, ഡിനേ ചെയ്തു. എന്ത്? ബേണിംഗ് ദ ബിൽഡിംഗ്. ബേൺ ചെയ്യുക, അതായത് ബിൽഡിംഗ് തീ കൊടുക്കുന്നത്, കത്തുന്നത്. ബേണിംഗ് ദ ബിൽഡിംഗ്. ബേണിംഗ് ദ ബിൽഡിംഗ് ing രൂപമാണ്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് ആണ്, വെർബിന് ശേഷം ഒബ്ജക്റ്റ് ആണ് ഇവിടെ വരുന്നത്. എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം. ഇനി ആസ് ഒബ്ജക്റ്റ് ഓഫ് എ പ്രിപ്പോസിഷൻ. ഇനി പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ്. പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഓഫ് എ പ്രിപ്പോസിഷൻ സച്ച് ആസ് അറ്റ്, ബൈ, ഫോർ, അബൌട്ട്, ഇൻ, ഓൺ. ഇതൊക്കെ പ്രിപ്പോസിഷൻസ് ആണ്. ഈ പ്രിപ്പോസിഷൻസിന് ശേഷം ing രൂപം വരിക, ജെറണ്ട് വരിക. അപ്പൊ പ്രിപ്പോസിഷന് ശേഷം ജെറണ്ട് വരിക, അതും എവിടെ? വെർബിന് ശേഷം. അതാണ് എന്ത്? ഒബ്ജക്റ്റ് ഓഫ് എ പ്രിപ്പോസിഷൻ. എക്സാമ്പിൾ, he is capable of achieving his goals. capable of achieving. ഓഫ് എന്നുള്ളത് എന്താ? പ്രിപ്പോസിഷൻ ആണ്. ഓഫ് അച്ചീവിങ് എന്നുള്ളത് എന്താണ്? ജെറണ്ടാണ്. അത് വന്നത് ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷന് ശേഷമാണ്. അപ്പൊ ഒബ്ജക്റ്റ് ഓഫ് എ പ്രിപ്പോസിഷൻ ആണത്. അടുത്ത എക്സാമ്പിൾ, ദിസ് വുഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ബിൽഡിംഗ് എ ഹൗസ്. ദിസ് വുഡ്, ഈ വനം, ദിസ് വുഡ് ഈസ് സ്യൂട്ടബിൾ. ദിസ് വുഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ബിൽഡിംഗ്. ഫോർ എന്ന പ്രിപ്പോസിഷന് ശേഷം ബിൽഡിംഗ് എ ഹൗസ്, ബിൽഡിംഗ് ജെറണ്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്തായിട്ടാണ്? ഇവിടെ വരുന്നത് ഒബ്ജക്റ്റ് ഓഫ് എ പ്രിപ്പോസിഷൻ. ഇനി അടുത്തത്, ഇൻ അപ്പോസിഷൻ ടു എ നൗൺ. ഇനി ജെറണ്ട് അപ്പോസിഷൻ ആയിട്ടും വരാം. എന്തിന്റെ? ടു എ നൗൺ, നാമത്തിന്റെ അപ്പോസിഷൻ. അപ്പോസിഷൻ ഓഫ് എ നൗൺ, നാമത്തിന്റെ അപ്പോസിഷൻ ആയിട്ടും ജെറണ്ട് വരാം. നാമത്തിന്റെ അപ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാമം, ആ നാമത്തെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു നാമം, ആ നാമത്തിന് ശേഷം നാമത്തിന്റെ എക്സ്പ്ലനേഷൻ, നാമത്തിന്റെ വിശദീകരണം. അപ്പൊ നാമത്തെ വിശദീകരിച്ചുകൊണ്ടും വരാം. എക്സാമ്പിൾ, ഹെർ ജോബ്, എഡിറ്റിംഗ് ഡോക്യുമെന്റ്സ് ഈസ് ഡിഫിക്കൽട്ട്. ഹെർ ജോബ്, അവളുടെ ജോലി. എന്താണ് അവളുടെ ജോലി? എഡിറ്റിംഗ് ഡോക്യുമെന്റ്സ്. ഡോക്യുമെന്റ്സ് എഡിറ്റ് ചെയ്യാം.
അപ്പോൾ ഹെർ ജോബ്, ഇനി ആ ജോലിയെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ആ ജോലിയെ എക്സ്പ്ലെയിൻ ചെയ്തത് ജെറണ്ടാണ്. എഡിറ്റിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടോ. ഹെർ ജോബ്, ഹെർ ജോബ് കോമ ടു, എന്താണ് അവളുടെ ജോബ്? എഡിറ്റിംഗ് ഡോക്യുമെന്റ്സ്. അപ്പൊ ഇത്തരത്തില് ഒരു നാമത്തെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ജെറണ്ട് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹെർ ജോബ്, എന്താ ജോബ്? കോമ എഡിറ്റിംഗ് ഡോക്യുമെന്റ്സ് എഡിറ്റ് ചെയ്യുന്ന അവളുടെ ജോലി ഈസ് ഡിഫിക്കൽട്ട്. അപ്പൊ ഇത്തരത്തില് നാമത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തില് ജെറണ്ട് വരുമ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പോസിഷൻ ടു എ നൗൺ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് വീഡിയോ എല്ലാവരും ഒന്ന് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യുക കേട്ടോ. ഡൗട്ട്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.